ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 92-ാം ദിവസം. ജഫ്തായുടെ ബലി. ഇന്നേ ദിവസം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 9, 10, 11 അധ്യായങ്ങൾ, റൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 137 എന്നിവ വായിക്കുന്നു. ന്യായാധിപനായ ജഫ്ത ആലോചിക്കാതെ പറഞ്ഞ ഒരു വാക്ക് തൻ്റെ ഏകമകളെ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു. എൻ്റെ അധരകവാടങ്ങൾക്ക് കാവലേർപ്പെടുത്തണമേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കാൻ കൃപാവരം ലഭിക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിശ്വസ്തരാകുമ്പോൾ മാറ്റി നിർത്തപ്പെട്ട ജനത്തിൽ നിന്ന് വിശ്വസ്തരെ ദൈവം പെറുക്കിയെടുക്കുന്നു എന്ന ചിന്തയും ഇന്നത്തെ ദിവസത്തെ വചനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം. അബിമേലെക്ക്. ജെറുബ്ബാലിൻ്റെ പുത്രനായ അബിമേലെക്ക് ഷെഖമിലേക്ക് തൻ്റെ അമ്മയുടെ സഹോദരന്മാരുടെ പക്കൽ ചെന്ന് അവരോടും തൻ്റെ അമ്മയുടെ പിതൃഭവനത്തിൻ്റെ കുടുംബം മുഴുവനോടും ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഷെഖം പ്രഭുക്കന്മാർക്കെല്ലാം കേൾക്കെ സംസാരിച്ചാലും ജെറുബ്ബാലിൻ്റെ 70 പുത്രന്മാരെല്ലാം കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ തന്നെ നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്നും നിങ്ങൾ ഓർക്കണം. അവൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ അവനെ പ്രതി ഇക്കാര്യങ്ങളെല്ലാം ഷെഖം പ്രഭുക്കന്മാർ കേൾക്കെ പറഞ്ഞു. അവരുടെ ഹൃദയം അബിമേലെക്കിലേക്ക് ചാഞ്ഞു. കാരണം അവർ പറഞ്ഞു, അവൻ നമ്മുടെ സഹോദരനാണല്ലോ. ബാൽബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയങ്ങളെടുത്ത് അവർ അബിമേലെക്കിന് കൊടുത്തു. അവൻ അതുകൊണ്ട് വങ്കന്മാരും ചട്ടമ്പികളുമായ ആളുകളെ കൂലിക്കെടുത്തു. അവർ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ ഓഫ്രായിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് ചെന്ന് ജെറുബ്ബാലിൻ്റെ മക്കളായ സഹോദരന്മാർ 70 പേരെ ഒരേ കല്ലിൽ വെച്ച് കൊന്നു. എന്നാൽ ഒളിച്ചിരുന്നതുകൊണ്ട് ജെറുബ്ബാലിൻ്റെ ഇളയപുത്രൻ യോഥാം മാത്രം അവശേഷിച്ചു. ഷെഖമിലെ എല്ലാ പ്രഭുക്കന്മാരും ബേത്മില്ല മുഴുവനും ഒന്നിച്ചുകൂടി. അവർ ചെന്ന് ഷെഖമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം അബിമേലെക്കിനെ രാജാവായി വാഴിച്ചു. അവർ അത് യോഥാമിനെ അറിയിച്ചപ്പോൾ അവൻ പോയി ഗെരിസിം മലയുടെ മുകളിൽ നിന്ന് സ്വരമുയർത്തി വിളിച്ചു. അവൻ അവരോട് പറഞ്ഞു: ഷെഖം പ്രഭുക്കന്മാരെ, ദൈവം നിങ്ങളെ കേൾക്കേണ്ടതിന് എന്നെ ശ്രവിക്കുവിൻ. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങളുടെ മേൽ രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയി. അവർ ഒലിവിനോട് പറഞ്ഞു, നീ ഞങ്ങളെ ഭരിക്കുക. ഒലിവ് അവരോട് പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും ബഹുമാനിക്കുന്നതിനുള്ള എൻ്റെ എണ്ണ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴാൻ ഞാൻ പോകണമോ? വൃക്ഷങ്ങൾ അത്തിയോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. അത്തി അവരോട് പറഞ്ഞു, എൻ്റെ മാധുര്യവും ഉത്തമഫലവും ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴാൻ ഞാൻ പോകണമോ? വൃക്ഷങ്ങൾ മുന്തിരിയോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. മുന്തിരി അവരോട് പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ പുതുവീഞ്ഞ് ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴാൻ ഞാൻ പോകണമോ? അപ്പോൾ എല്ലാ വൃക്ഷങ്ങളും മുൾപടർപ്പിനോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. മുൾപടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞു, ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങളുടെ മേൽ രാജാവായി നിങ്ങൾ എന്നെ അഭിഷേകം ചെയ്യുന്നതെങ്കിൽ വന്ന് എൻ്റെ തണലിൽ അഭയം തേടുവിൻ. അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലെബനോനിൻ്റെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. ഇപ്പോൾ ഇതാ, നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും അബിമേലെക്കിനെ രാജാവാക്കിയിരിക്കുന്നു. എന്നാൽ
ജെറുബാലിനോടും അവൻ്റെ ഭവനത്തോടും നിങ്ങൾ നന്മ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അവൻ്റെ കരങ്ങളുടെ പ്രവൃത്തിഫലം പോലെ നിങ്ങൾ അവനോട് ചെയ്തിരുന്നെങ്കിൽ, എന്തെന്നാൽ എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവൻ പരിത്യജിച്ച് മിദ്യാൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ ഇന്ന് ഉയർന്നിരിക്കുന്നു. അവൻ്റെ 70 മക്കളെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു. എന്നിട്ട് അവൻ്റെ ദാസീപുത്രൻ അബിമേലെക്കിനെ അവൻ നിങ്ങളുടെ ചാർച്ചക്കാരനായതുകൊണ്ട് ഷെക്കെം പൗരന്മാരുടെ മേൽ രാജാവാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആത്മവിശ്വാസത്തോടും ആത്മാർത്ഥതയോടുമാണ് ഈ ദിവസം ജെറുബാലിനോടും അവൻ്റെ കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. ഷെക്കെം പൗരന്മാരെയും ബത്മല്ലയെയും വിഴുങ്ങാൻ അബിമേലെക്കിൽ നിന്ന് തീ പുറപ്പെടുന്നില്ലെങ്കിൽ ഷെക്കെമിൽ നിന്നും ബത്മില്ലോയിൽ നിന്നും തീ പുറപ്പെട്ട് അബിമേലെക്കിനെ വിഴുങ്ങട്ടെ. യോഥാം പലായനം ചെയ്തു. അവൻ സ്വസഹോദരനായ അബിമേലെക്കിൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ച് ബേറിൽ ചെന്ന് അവിടെ പാർത്തു. അബിമേലെക്ക് 3 വർഷം ഇസ്രായേൽ ഭരിച്ചു. അബിമേലെക്കിനും ഷെക്കെം പൗരന്മാർക്കും ഇടയ്ക്ക് ദൈവം ഒരു ദുഷ്ടാരൂപിയെ അയച്ചു. ഷെക്കെം പൗരന്മാർ അബിമേലെക്കിനെ വഞ്ചിച്ച് ജെറുബാലിൻ്റെ 70 മക്കളോടുള്ള അക്രമം പുറത്തു കൊണ്ടുവരുന്നതിനും അവരുടെ രക്തക്കുറ്റം അവരെ വധിച്ച അവരുടെ സഹോദരനായ അബിമേലെക്കിൻ്റെ മേലും സ്വസഹോദരനെ വധിക്കാൻ അവൻ്റെ കരങ്ങൾക്ക് കരുത്തു പകർന്ന ഷെക്കെം പൗരന്മാരുടെ മേലും ചുമത്തുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഷെക്കെം പൗരന്മാർ അവനെതിരെ മലമുകളിൽ പതിയിരിപ്പുകാരെ നിയോഗിച്ചു. ആ വഴിയിൽ അവരെ കടന്നുപോയ ഓരോരുത്തനെയും അവർ കൊള്ളയടിച്ചു. അബിമേലെക്കിന് ഈ വാർത്ത ലഭിച്ചു. ഏബദിൻ്റെ പുത്രനായ ഗാൽ തൻ്റെ സഹോദരങ്ങളോടൊപ്പം വന്നു. അവർ ഷെക്കെമിൽ പാർത്തു. ഷെക്കെം പൗരന്മാർ അവനിൽ വിശ്വാസമർപ്പിച്ചു. അവർ വയലിൽ ഇറങ്ങി തങ്ങളുടെ മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ആഘോഷം നടത്തി. അവർ തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നും കുടിച്ചും അബിമേലെക്കിനെ ശപിച്ചു. ഏബദിൻ്റെ പുത്രൻ ഗാൽ ചോദിച്ചു, ആരാണ് അബിമേലെക്ക്? അവനെ സേവിക്കേണ്ടതിന് ആരാണ് ഷെക്കെംകാരനായ നമ്മൾ? അവൻ ജെറുബാലിൻ്റെ പുത്രനും സെബൂൾ അവൻ്റെ കാര്യസ്ഥനുമല്ലേ? നിങ്ങൾ ഷെക്കെമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ ആളുകളെ സേവിക്കുവിൻ. നമ്മളെന്തിന് അവനെ സേവിക്കണം? ഈ ജനത്തെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അബിമേലെക്കിനെ നീക്കം ചെയ്യുമായിരുന്നു. അവൻ അബിമേലെക്കിനോട് പറഞ്ഞു, നിന്റെ സൈന്യത്തെ വലുതാക്കി ഇറങ്ങി വരിക. ഏബദിൻ്റെ മകൻ ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ നഗരാധിപനായ സെബൂളിൻ്റെ കോപം ജ്വലിച്ചു. അവൻ തുറുമായിൽ അബിമേലെക്കിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ ഇപ്രകാരം പറഞ്ഞയച്ചു, ഇതാ ഏബദിൻ്റെ പുത്രൻ ഗാലും അവൻ്റെ സഹോദരങ്ങളും ഷെക്കെമിൽ വന്നിരിക്കുന്നു. ഇതാ അവർ നിനക്കെതിരെ പട്ടണത്തെ ഇളക്കിവിടുന്നു. അതുകൊണ്ട് ഇപ്പോൾ രാത്രി തന്നെ നീയും നിന്നോടൊപ്പമുള്ള ജനവും ഉണർന്ന് വയലിൽ പതിയിരിക്കുക. പ്രഭാതമാകുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ നീ എഴുന്നേറ്റ് പട്ടണത്തിനെതിരെ പാഞ്ഞു കയറണം. അവനും അവനോടൊപ്പമുള്ള ജനവും നിനക്കെതിരെ പുറത്തേക്ക് വരുമ്പോൾ അവനോട് നിന്റെ കഴിവിനനുസരിച്ച് വർത്തിക്കുക. അബിമേലെക്കും അവനോടൊപ്പമുള്ള ജനം മുഴുവനും രാത്രി എഴുന്നേറ്റ് ഷെക്കെമിനെതിരായി 4 ഗണങ്ങളായി പതിയിരുന്നു. ഏബദിൻ്റെ പുത്രനായ ഗാൽ പുറത്തു വന്ന് നഗരത്തിൻ്റെ പ്രവേശന കവാടത്തിങ്കൽ നിന്നു. അബിമേലെക്കും അവനോടൊപ്പമുള്ള ജനവും ഒളിയെടുത്തു നിന്ന് എഴുന്നേറ്റു. ജനത്തെ കണ്ടപ്പോൾ ഗാൽ സെബൂളിനോട് പറഞ്ഞു, ഇതാ മലമുകളിൽ നിന്ന് ജനമിറങ്ങി വരുന്നു. സെബൂൾ അവനോട് പറഞ്ഞു, മലയുടെ നിഴലാണ് നീ ആളുകളെപ്പോലെ കാണുന്നത്. ഗാലിൻ്റെ സംസാരം തുടർന്നു. അവൻ പറഞ്ഞു, അതാ ദേശത്തിൻ്റെ ഉയർന്ന പ്രദേശത്ത് നിന്ന് ജനമിറങ്ങി വരുന്നു. മെയോനൈമിൻ്റെ ഓക്കുമരത്തിൻ്റെ വഴിയിൽ നിന്നും ഒരു കൂട്ടം വരുന്നു. സെബൂൾ അവനോട് ചോദിച്ചു, ആരാണ് അബിമേലെക്ക്? നാം എന്തിനു അവനെ സേവിക്കണം എന്ന് പറഞ്ഞ നിന്റെ നാവ് ഇപ്പോൾ എവിടെ? നീ തള്ളിപ്പറഞ്ഞ ജനമല്ലേ ഇത്? നീ പോയി അവരോട് ഇപ്പോൾ യുദ്ധം ചെയ്യുക. ഗാൽ പുറത്തിറങ്ങി ഷെക്കെം പൗരന്മാരുടെ മുമ്പിൽ വെച്ച് അബിമേലെക്കിനോട് യുദ്ധം ചെയ്തു. അബിമേലെക്ക് അയാളെ പിന്തുടർന്നു. അയാൾ അവൻ്റെ മുമ്പിൽ നിന്ന് പലായനം ചെയ്തു. വധിക്കപ്പെട്ട അനേകർ പട്ടണ കവാടം വരെ വീണു കിടന്നിരുന്നു. അബിമേലെക്ക് അറുമായിൽ തങ്ങി. ഗാലിനെയും അവൻ്റെ സഹോദരങ്ങളെയും ഷെക്കെമിൽ താമസിക്കാൻ അനുവദിക്കാതെ സെബൂൾ പുറത്താക്കി. അടുത്ത ദിവസം ജനം വയലിലേക്ക് പുറപ്പെട്ടു. അത് അബിമേലെക്കിനെ അവർ അറിയിച്ചു.
അവൻ സൈന്യത്തെ കൊണ്ടുവന്ന് അവരെ 3 ഗണമായി ഭാഗിച്ച് വയലിൽ പതിയിരുത്തി. ഇതാ, അവൻ നോക്കിയപ്പോൾ ജനം പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവൻ അവർക്കെതിരെ എഴുന്നേറ്റ് ചെന്ന് അവരെ കൊന്നു. അബിമേലെക്കും അവനോടൊപ്പമുള്ള ഗണവും പാഞ്ഞു ചെന്ന് നഗരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്നു. മറ്റു 2 ഗണങ്ങൾ പാഞ്ഞു ചെന്ന് വയലിലുണ്ടായിരുന്നവരെയെല്ലാം കൊന്നു. അബിമേലെക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തോട് യുദ്ധം ചെയ്ത് ആ പട്ടണം പിടിച്ചെടുത്തു. അതിലുണ്ടായിരുന്ന ജനത്തെയെല്ലാം കൊന്നു. അവൻ പട്ടണം ഇടിച്ചു നിരത്തി, അതിൽ ഉപ്പ് വിതറി. ഷെക്കേം ഗോപുരത്തിൻ്റെ പ്രമാണികളെല്ലാം ഇത് കേട്ടപ്പോൾ ഏൽബെറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിലേക്ക് പോയി. ഷെക്കേം ഗോപുരത്തിൻ്റെ പ്രമാണികളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്ന് അബിമേലെക്കിന് വാർത്ത ലഭിച്ചു. അബിമേലെക്കും അവനോടൊപ്പമുള്ള ജനം മുഴുവനും സൽമോൻ മലയിലേക്ക് കയറി. അവർ കോടാലി കയ്യിലെടുത്ത് മരച്ചില്ലകൾ വെട്ടി അത് പൊക്കി തൻ്റെ തോളിൽ വെച്ചു. എന്നിട്ട് കൂടെയുള്ള ജനത്തോട് അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നതായി നിങ്ങൾ കാണുന്നത് എന്നെപ്പോലെ നിങ്ങളും വേഗം ചെയ്യുവിൻ. എല്ലാ ജനങ്ങളും ഒരു ചില്ല വീതം വെട്ടി അബിമേലെക്കിൻ്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് അവയ്ക്ക് തീ കൊളുത്തി. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 1000-ഓളം വരുന്ന ഷെക്കേം ഗോപുരത്തിൻ്റെ പ്രമാണികളെല്ലാം കൊല്ലപ്പെട്ടു. പിന്നീട് അബിമേലെക്ക് തെബസിലേക്ക് ചെന്ന് തെബസിൽ പാളയമടിച്ച് അത് പിടിച്ചടക്കി. പട്ടണമധ്യത്തിൽ ഒരു ബലിഷ്ഠ ഗോപുരമുണ്ടായിരുന്നു. എല്ലാ സ്ത്രീ പുരുഷന്മാരും പട്ടണത്തിലെ എല്ലാ പ്രമാണികളും അവിടേക്കോടി തങ്ങളുടെ പിന്നിലായി വാതിലടച്ചിട്ട് ഗോപുരത്തിൻ്റെ മുകൾ തട്ടിൽ കയറി. അബിമേലെക്ക് ഗോപുരത്തിനടുത്തെത്തി അതിനോട് യുദ്ധം ചെയ്തു. ഗോപുരം അഗ്നിക്കിരയാക്കാൻ അവൻ അതിൻ്റെ വാതിൽക്കലെത്തി. അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിൽ പിള്ള അബിമേലെക്കിൻ്റെ തലയിലേക്ക് എറിഞ്ഞ് അവൻ്റെ തലയോട് ഉടച്ചു. ഉടനെ അവൻ തൻ്റെ ആയുധവാഹകനായ സേവകനെ വിളിച്ച് അവനോട് പറഞ്ഞു, അവനെ ഒരു സ്ത്രീ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ വധിക്കുക. സേവകൻ അവനെ വെട്ടി, അവൻ മരിച്ചു. അബിമേലെക്ക് മരിച്ചെന്ന് കണ്ട ഇസ്രായേൽക്കാർ ഓരോരുത്തരും താന്താങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ തൻ്റെ 70 സഹോദരന്മാരെ കൊന്ന് സ്വപിതാവിനോട് ചെയ്ത അബിമേലെക്കിൻ്റെ തിന്മ ദൈവം തിരിച്ചു നൽകി. ഷെക്കമിലെ ആളുകളുടെ മുഴുവൻ തിന്മയും ദൈവം അവരുടെ തലയിൽ തിരിച്ചു നൽകി. ജെറുബാലിൻ്റെ പുത്രനായ യോഥാമിൻ്റെ ശാപം അവരുടെ മേൽ വന്നു പതിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം. തോല. അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ഇസാഖർ വംശജനായ ദോദോയുടെ പുത്രൻ പൂവായുടെ മകൻ തോല ഉയർന്നു വന്നു. എഫ്രായിം മലനാട്ടിൽ ഷാമീറിലാണ് അവൻ വസിച്ചിരുന്നത്. ഇസ്രായേലിനെ 23 വർഷം അവൻ ന്യായം വിധിച്ചു. അവൻ മരിച്ച് ഷമീറിൽ അടക്കപ്പെട്ടു. ജായർ. അതിനുശേഷം ഗിലെയാദുകാരനായ ജായർ ഉയർന്നു വന്നു. അവൻ ഇസ്രായേലിനെ 22 വർഷം ന്യായം വിധിച്ചു. അവന് 30 കഴുതപ്പുറത്ത് സവാരി ചെയ്തിരുന്ന 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർക്ക് 30 പട്ടണപ്രദേശങ്ങളും ഉണ്ടായിരുന്നു. ഗിലെയാദ് ദേശത്ത് അവയെ ഇന്നും ഹവോത്ത് ജായർ എന്ന് വിളിക്കുന്നു. ജായർ മരിച്ച് കാമോനിൽ അടക്കപ്പെട്ടു. ജഫ്ത. ഇസ്രായേല്യർ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്യുന്നത് ആവർത്തിച്ചു. അവർ ബാൽദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സിറിയ, സീദോൻ, മൊവാബ്, അമോന്യ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. കർത്താവിനെ അവർ പരിത്യജിച്ചു, അവിടുത്തെ സേവിച്ചതുമില്ല. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. കർത്താവ് അവരെ ഫിലിസ്ത്യരുടെ കയ്യിലേക്കും അമോന്യരുടെ കയ്യിലേക്കും വിറ്റു. ആ വർഷം മുതൽ 18 വർഷത്തേക്ക് ഇസ്രായേല്യരെ ജോർദാനക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ ദേശത്തെ ഇസ്രായേല്യരെ മുഴുവൻ അവർ ഞെരുക്കുകയും തകർക്കുകയും ചെയ്തു. അമോന്യർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം ഭവനം എന്നിവരോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ ഏറെ ക്ലേശിച്ചു. ഇസ്രായേല്യർ കർത്താവിനോട് ഇപ്രകാരം നിലവിളിച്ചു: ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിക്കുക വഴി ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് ഇസ്രായേല്യരോട് ചോദിച്ചു: ഈജിപ്തുകാർ, അമോരികൾ, അമോന്യർ, ഫിലിസ്തീയക്കാർ എന്നിവരിൽ നിന്നും സീദോൻകാരും അമലേക്കും മാവോനും നിങ്ങളെ പീഡിപ്പിക്കുകയും നിങ്ങളെന്നോട് നിലവിളിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കൈകളിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? എന്നാൽ നിങ്ങളാകട്ടെ എന്നെ പരിത്യജിക്കുകയും മറ്റു ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. അതിനാൽ നിങ്ങളെ രക്ഷിക്കുന്നത് ഞാൻ തുടരുകയില്ല. നിങ്ങൾ പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ.
നിങ്ങളുടെ കഷ്ടതയുടെ നേരത്ത് അവരല്ലേ നിങ്ങളെ രക്ഷിക്കുന്നത്. ഇസ്രായേല്യർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി. അങ്ങയുടെ ദൃഷ്ടികളിൽ ഉചിതമായതുപോലെയെല്ലാം ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് മാത്രം. അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു. ഇസ്രായേലിൻ്റെ കഷ്ടപ്പാടിൽ അവിടുന്ന് അസ്വസ്ഥചിത്തനായി. അമ്മോന്യർ വിളിച്ചുകൂട്ടപ്പെട്ടു. അവർ ഗിലെയാദിൽ പാളയമടിച്ചു. ഇസ്രായേല്യർ ഒന്നിച്ചുകൂടി മിസ്പായിലും പാളയമടിച്ചു. ഗിലെയാദ് നേതാക്കന്മാരായ ജനം പരസ്പരം പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നതാരോ അവനായിരിക്കും ഗിലെയാദ് വാസികൾക്കെല്ലാം തലവൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം. ഗിലെയാദുകാരനായ ജഫ്ത ഒരു ധീരയോദ്ധാവായിരുന്നു. എന്നാൽ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദ് ജഫ്തായ്ക്ക് ജന്മമേകി. ഗിലെയാദിൻ്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവൻ്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്നപ്പോൾ അവർ ജഫ്തായെ പുറത്താക്കിയിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിൽ നിനക്ക് അവകാശമുണ്ടായിരിക്കുകയില്ല, കാരണം നീ അന്യസ്ത്രീയുടെ മകനാണ്. അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരുടെ മുന്നിൽ നിന്ന് ഓടിപ്പോയി തോബ് ദേശത്ത് താമസമാക്കി. നീചരായ മനുഷ്യർ ജഫ്തായോട് ചേരുകയും അവനോടുകൂടെ പുറത്തു പോവുകയും ചെയ്തിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അമ്മോന്യർ ഇസ്രായേലുമായി യുദ്ധത്തിലേർപ്പെട്ടു. അമ്മോന്യർ ഇസ്രായേലുമായി യുദ്ധം ചെയ്തപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നു. അവർ ജഫ്തായോട് പറഞ്ഞു, അമ്മോന്യരുമായി നമ്മൾ യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങൾക്ക് സേനാപതിയായാലും. അപ്പോൾ ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ദുരിതം വന്നപ്പോൾ എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് തിരിയുന്നത് നീ ഞങ്ങളോടൊപ്പം വന്ന് അമ്മോന്യരുമായി യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് വാസികളായ ഞങ്ങൾക്ക് മുഴുവൻ തലവനായിരിക്കേണ്ടതിനുമാണ്. ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അമ്മോന്യരുമായി യുദ്ധം ചെയ്യാൻ തിരികെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തലവനായിരിക്കും. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു, നിന്റെ വാക്കനുസരിച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കർത്താവായിരിക്കും നമുക്ക് മധ്യേ സാക്ഷി. ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി. ജനം അവനെ തങ്ങളുടെ മേൽ തലവനും സേനാപതിയുമായി നിയമിച്ചു. മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പാകെ ജഫ്ത തൻ്റെ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചു. ജഫ്ത അമ്മോന്യരുടെ രാജാവിൻ്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ച് ഇപ്രകാരം ചോദിച്ചു, നീ എനിക്കെതിരെ വന്ന് എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാനായി എനിക്കും നിനക്കുമെന്ത്? അമ്മോന്യരുടെ രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ കയറിപ്പോന്നപ്പോൾ അർണോൺ മുതൽ യാബോക്ക് വരെയും ജോർദാൻ വരെയും എൻ്റെ ദേശം പിടിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് അവ ഇപ്പോൾ സമാധാനത്തോടെ നീ തിരിച്ചു തരിക. ജഫ്ത വീണ്ടും ദൂതന്മാരെ അമ്മോന്യരുടെ രാജാവിൻ്റെ പക്കലേക്ക് അയച്ചു. അവൻ അയാളോട് പറഞ്ഞു, ജഫ്ത ഇങ്ങനെ പറയുന്നു, മോവാബ് ദേശമോ അമ്മോന്യരുടെ നാടോ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടില്ല. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാർ കയറിപ്പോന്നപ്പോൾ അവർ മരുഭൂമിയിലൂടെ ചെങ്കടൽ വരെ നടന്ന് കാദേശിൽ വന്നെത്തി. അപ്പോൾ ഇസ്രായേൽ, ഞാൻ താങ്കളുടെ ദേശത്തിലൂടെ കടന്നു പോകട്ടെ എന്ന് ഏദോം രാജാവിനോട് പറയാൻ ദൂതന്മാരെ അയച്ചു. എന്നാൽ ഏദോം രാജാവ് കേട്ടില്ല. അവൻ മോവാബ് രാജാവിൻ്റെ പക്കലേക്കും ആളയച്ചു. അയാളും തയ്യാറായില്ല. അതിനാൽ ഇസ്രായേൽ കാദേശിൽ താമസമാക്കി. അവൻ മരുഭൂമിയിലൂടെ നടന്ന് ഏദോം ദേശവും മോവാബ് ദേശവും ചുറ്റി മോവാബ് ദേശത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വന്ന് അർണോൻ്റെ മറുകരെ പാളയമടിച്ചു. എന്നാൽ അവർ മോവാബ് പ്രദേശത്ത് പ്രവേശിച്ചില്ല, കാരണം മോവാബിൻ്റെ അതിർത്തിയായിരുന്നു അർണോൺ. അമോരികളുടെ രാജാവായ സീഹോൻ്റെ, അതായത് ഹെഷ്ബോൺ രാജാവിൻ്റെ പക്കൽ ഇസ്രായേൽ ദൂതന്മാരെ അയച്ചു. ഇസ്രായേൽ അവനോട് പറഞ്ഞു, താങ്കളുടെ ദേശത്തുകൂടി എൻ്റെ സ്ഥലം വരെ ഞങ്ങൾ കടന്നുപോയിക്കൊള്ളട്ടെ. എന്നാൽ തൻ്റെ അതിർത്തിക്കുള്ളിൽ കടക്കുന്ന ഇസ്രായേലിനെ സീഹോൻ വിശ്വാസത്തിലെടുക്കാനായില്ല. സീഹോൻ തൻ്റെ ജനത്തെ എല്ലാം സംഘടിപ്പിച്ചു. അവർ യാഹാസിൽ പാളയമടിക്കുകയും ഇസ്രായേലുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനം മുഴുവനെയും ഇസ്രായേലിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ അവരെ തകർത്ത് ആ നാട്ടിൽ താമസിച്ചിരുന്ന അമോരികളുടെ ഭൂമിയെല്ലാം അവകാശമാക്കി. അർണോൺ മുതൽ യാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോരികളുടെ പ്രദേശമെല്ലാം അവർ സ്വന്തമാക്കി. എന്നാൽ ഇപ്പോൾ
ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അമോരികളെ തുരത്തിയിരിക്കെ നീ അതിനെ സ്വന്തമാക്കുന്നുവോ? നിന്റെ ദേവനായ കെമോഷ് നിനക്ക് അവകാശമാക്കി തരുന്നത് നീ സ്വന്തമാക്കുകയില്ലേ? ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ അവകാശമാക്കി തരുന്നത് ഞങ്ങളും സ്വന്തമാക്കേണ്ടേ? അല്ലെങ്കിൽ മോവാബിലെ രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ നീ ശ്രേഷ്ഠനാണെന്നോ? എന്നെങ്കിലും അവൻ ഇസ്രായേലുമായി വഴക്കടിക്കുകയും അവരുമായി യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ആരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൻ്റെ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ചിട്ടും എന്തുകൊണ്ട് അക്കാലത്ത് നിങ്ങളവ തിരിച്ചു പിടിച്ചില്ല? ഞാൻ നിന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീയാകട്ടെ എന്നോട് യുദ്ധം ചെയ്യുക വഴി തിന്മ പ്രവർത്തിക്കുന്നു. ന്യായാധിപനായ കർത്താവ് ഇസ്രായേല്യരുടെയും അമ്മോന്യരുടെയും മധ്യേ ഇന്ന് ന്യായം വിധിക്കട്ടെ. എന്നാൽ അമ്മോന്യ രാജാവിന് ജഫ്ത അയച്ച സന്ദേശത്തിന് അവൻ ചെവി കൊടുത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ അരൂപി ജഫ്തയുടെ മേൽ വന്നു. അവൻ ഗിലെയാദും മനാസയും കടന്നു. മിസ്പാത്ത് ഗിലെയാദും അവൻ കടന്നു. മിസ്പാത്ത് ഗിലെയാദിൽ നിന്ന് അവൻ അമ്മോന്യരെയും കടന്നുപോയി. ജഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നുകൊണ്ട് പറഞ്ഞു, അങ്ങ് അമ്മോന്യരെ നിശ്ചയമായും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ സുരക്ഷിതനായി അമ്മോന്യരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്നെ എതിരേൽക്കാൻ എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിന്ന് പുറത്തു വരുന്നതാരോ അവൻ കർത്താവിനുള്ളതായിരിക്കും. അവനെ ഹോമയാഗമായി ഞാൻ അർപ്പിക്കും. ജഫ്ത അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ കടന്നു ചെല്ലുകയും കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അവൻ ആരോവർ മുതൽ മിന്നിത്ത് എത്തുന്നതുവരെയുള്ള 20 പട്ടണങ്ങളിലും ആവേൽ കെരാമീം വരെയും വളരെ വലിയ ആഘാതം ഏൽപ്പിച്ചു. അങ്ങനെ ഇസ്രായേല്യരുടെ മുമ്പിൽ അമ്മോന്യർ അപമാനിതരായി. ജഫ്തയുടെ ബലി. ജഫ്ത മിസ്പായിലേക്കുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പുകളും നൃത്ത ചുവടുകളുമായി അവനെ എതിരേൽക്കാൻ പുറത്തു വന്നു. അവൾ ഒരേ ഒരുവളായിരുന്നു. അവൾക്ക് പുറമെ അവന് മകനോ മകളോ ഉണ്ടായിരുന്നില്ല. അവളെ കണ്ട മാത്രയിൽ അവൻ തൻ്റെ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ തീർത്തും തോൽപ്പിച്ചു കളഞ്ഞു. എൻ്റെ മകളെ, നീ എന്നെ ദുഃഖിപ്പിക്കുന്നവരിൽ പെട്ടിരിക്കുന്നു. കാരണം ഞാൻ കർത്താവിന് വാക്കുകൊടുത്തു പോയി, എനിക്ക് തിരിച്ചെടുക്കാനാവില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ പിതാവേ, അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തല്ലോ. നിന്റെ ശത്രുവായ അമ്മോന്യരോട് കർത്താവ് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തു കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ വാക്കനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. തുടർന്ന് അവൾ തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ചെയ്തു കിട്ടണമായിരുന്നു. ഞാനും എൻ്റെ സഖികളും മലകളിൽ കയറിയിറങ്ങി എൻ്റെ കന്യാത്വത്തെ പ്രതി വിലപിക്കേണ്ടതിന് 2 മാസത്തേക്ക് നീ എന്നെ തനിച്ചു വിട്ടാലും. അപ്പോൾ അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുക. അവൻ അവളെ 2 മാസത്തേക്ക് വിട്ടയച്ചു. അവൾ സഖികളോടൊപ്പം മലകളിൽ പോയി തൻ്റെ കന്യാത്വത്തെ പ്രതി വിലപിച്ചു. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. താൻ ചെയ്തിരുന്ന ശബ്ദമനുസരിച്ച് അവൻ അവളോട് പ്രവർത്തിച്ചു. അവൾ പുരുഷനെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇസ്രായേലിൽ ഇതൊരു ആചാരമായി. വർഷത്തിൽ 4 ദിവസം ഗിലിയാദുകാരനായ ജഫ്തയുടെ മകളെ പ്രതി വിലപിക്കാൻ കാലങ്ങൾ തോറും ഇസ്രായേൽ പുത്രിമാർ പോകുമായിരുന്നു. റൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം. ബോവാസ് റൂത്തിനെ സ്വീകരിക്കുന്നു. ബോവാസ് കവാടത്തിങ്കൽ കയറി അവിടെ ഇരുന്നു. അപ്പോൾ അതാ ബോവാസ് പറഞ്ഞ ബന്ധു കടന്നു വരുന്നു. അവൻ അയാളോട് പറഞ്ഞു, എടോ, വന്ന് ഇവിടെ ഇരിക്കൂ. അവൻ ചെന്ന് അവിടെ ഇരുന്നു. നഗരശ്രേഷ്ഠന്മാരിൽ നിന്ന് 10 പേരെ അവൻ കൊണ്ടുവന്ന് നിങ്ങളിവിടെ ഇരിക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ ഇരുന്നു. അവൻ ബന്ധുവിനോട് പറഞ്ഞു, മോവാബ് ദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ചാർച്ചക്കാരനായ എലിമലേക്കിനുള്ള വയൽവിഹിതം വിൽക്കുകയാണ്. നീ കേൾക്കെ ഇപ്രകാരം വെളിപ്പെടുത്തണമെന്ന് ഞാൻ കരുതി. ഇരിക്കുന്നവരുടെ സാന്നിധ്യത്തിലും എൻ്റെ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിലും നീ അത് വാങ്ങുക. നീ വീണ്ടെടുക്കുന്നെങ്കിൽ വീണ്ടെടുക്കുക. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് വ്യക്തമാക്കുക. എന്തെന്നാൽ വീണ്ടെടുക്കാൻ നീ ഒഴികെ ആരുമില്ല. ഞാനാണ് നിനക്ക് ശേഷമുള്ളത്. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടെടുക്കാം. അപ്പോൾ ബോവാസ് പറഞ്ഞു, നവോമിയുടെ കയ്യിൽ നിന്നും മോവാബ്യയായ റൂത്തിൽ നിന്നും നീ വയൽ വാങ്ങുന്ന ദിവസം മരിച്ചവൻ്റെ നാമം അവൻ്റെ അവകാശത്തിന്മേൽ നിലനിർത്തുന്നതിന് വേണ്ടി അവൻ്റെ വിധവയെ നീ വാങ്ങുന്നതാണ്. അപ്പോൾ ബന്ധു പറഞ്ഞു, ഞാൻ എൻ്റെ അവകാശം നശിപ്പിക്കേണ്ടി വരും എന്നതുകൊണ്ട് എനിക്കായി വീണ്ടെടുക്കാനാവില്ല. എനിക്ക് വീണ്ടെടുക്കാൻ
സാധ്യമല്ലാത്തതിനാൽ എൻ്റെ വീണ്ടെടുപ്പ് ധർമ്മം നീ നിനക്കായി നിറവേറ്റിക്കൊള്ളുക. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഏതു കാര്യവും ഉറപ്പിക്കുന്നതിന് ഇസ്രായേലിൽ മുൻ നടപടിക്രമം ഇതായിരുന്നു. ഒരാൾ തൻ്റെ ചെരുപ്പൂരി തൻ്റെ സഹോദരന് കൊടുക്കും. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ സ്ഥിരീകരണ രീതി. നീ വാങ്ങിക്കൊള്ളുക എന്ന് ബോവാസിനോട് പറഞ്ഞ് ആ ബന്ധു തൻ്റെ ചെരുപ്പൂരി. അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും ജനം മുഴുവനോടും പറഞ്ഞു, എലിമലേക്കിനുള്ള സകലതും മഹ്ലോൻ, കിലിയോൻ എന്നിവർക്കുള്ള സകലതും നവോമിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങളിന്ന് സാക്ഷികളാണ്. മരിച്ചവൻ്റെ നാമം അവൻ്റെ അവകാശത്തിന്മേൽ സ്ഥാപിക്കാനും മരിച്ചവൻ്റെ നാമം അവൻ്റെ സഹോദരങ്ങളിൽ നിന്നും അവൻ്റെ സ്ഥലത്തിൻ്റെ കവാടത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടാതിരിക്കാനും വേണ്ടി മെഹ്ലോൻ്റെ ഭാര്യ ബോവാബ്യയായ റൂത്തിനെ എനിക്ക് ഭാര്യയായും ഞാൻ നേടിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അതിന് സാക്ഷികളാണ്. കവാടത്തിലുള്ള ജനം മുഴുവനും ശ്രേഷ്ഠന്മാരും പറഞ്ഞു, സാക്ഷികൾ തന്നെ. കർത്താവ് നിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ റാഹേലിനെ പോലെയും ലേയായെപ്പോലെയും ആക്കി തീർക്കട്ടെ. അവരിരുവരുമാണല്ലോ ഇസ്രായേൽ ഭവനം പണിതുയർത്തിയത്. നീ എഫ്രാത്തയിൽ നിന്ന് ഐശ്വര്യവാനായി ഇരിക്കുക, ബെത്ലഹേമിൽ പേരെടുക്കുക. ഈ യുവതിയിൽ നിന്ന് കർത്താവ് നിനക്ക് തരുന്ന സന്താനം മൂലം നിന്റെ ഭവനം യൂദായ്ക്കു വേണ്ടി താമാർ പ്രസവിച്ച പേരസിൻ്റെ ഭവനം പോലെയാകട്ടെ. ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവൻ അവളെ പ്രാപിച്ചു. കർത്താവ് അവൾക്ക് ഗർഭം അനുവദിച്ചു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ ഇല്ലാതാക്കാത്ത ഭർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇസ്രായേലിൽ അവൻ പ്രസിദ്ധനാകട്ടെ. അവൻ നിനക്ക് ജീവോദ്ധാരകനും നിന്റെ വാർദ്ധക്യത്തിൽ ആലംബവുമായിരിക്കും. എന്തെന്നാൽ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മരുമകളാണ്. നിനക്ക് 7 പുത്രന്മാരേക്കാൾ നല്ലവളായ അവളാണ് അവനെ പ്രസവിച്ചത്. നവോമി ശിശുവിനെ എടുത്ത് തൻ്റെ മാറോടണച്ചു. അവൾ അവന് വളർത്തമ്മയായി. അയൽക്കാരികൾ നവോമിക്ക് ജനിച്ച പുത്രൻ എന്ന് പറഞ്ഞ് അവന് പേരിട്ടു. ഓബദ് എന്നാണ് അവർ അവന് പേരിട്ടത്. അവൻ ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. പേരസിൻ്റെ വംശാവലി ഇവയാണ്. പേരസ് ഹെസ്രോണിനെ ജനിപ്പിച്ചു. ഹെസ്രോൺ റാമിനെ ജനിപ്പിച്ചു. റാം അമിനാദാബിനെ ജനിപ്പിച്ചു. അമിനാദാബ് നക്ഷോനെ ജനിപ്പിച്ചു. നക്ഷോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവാസിനെ ജനിപ്പിച്ചു. ബോവാസ് ഓബദിനെ ജനിപ്പിച്ചു. ഓബദ് ജസ്സയെ ജനിപ്പിച്ചു. ജസ്സെ ദാവീദിനെ ജനിപ്പിച്ചു. സങ്കീർത്തനങ്ങൾ 137. പ്രവാസിയുടെ വിലാപം. ബാബിലോൺ നദികൾക്കരികെ വെച്ച് സിയോനെ ഞങ്ങൾ ഓർത്തപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ട് ഞങ്ങളിരുന്നു. നടുവിലുള്ള അലരിമരങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ ഞങ്ങൾ തൂക്കിയിട്ടു. എന്തെന്നാൽ ഞങ്ങളെ പ്രവാസികളാക്കിയവർ പാട്ടിൻ്റെ ശീലുകളും ദണ്ഡിപ്പിച്ചവർ വിനോദഗീതവും ഞങ്ങളോട് ആവശ്യപ്പെട്ടു. സിയോൻ ഗീതത്തിൽ ചിലത് ഞങ്ങൾക്കായി ആലപിക്കുവിൻ. വിദേശമണ്ണിൽ ഞങ്ങളെങ്ങനെ കർത്തൃഗീതം ആലപിക്കും? ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത്തു കൈ എന്നെ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, എൻ്റെ സന്തോഷത്തിൻ്റെ ഉച്ചിയിൽ ജെറുസലേമിനെ ഞാൻ പ്രതിഷ്ഠിക്കുന്നില്ലെങ്കിൽ, എൻ്റെ നാവ് എൻ്റെ താലുവിനോട് ഒട്ടിപ്പോകട്ടെ. അവളെ ഇടിച്ചു നിരത്തുവിൻ, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്ന് പറഞ്ഞ എദോമ്യർക്കെതിരെ കർത്താവെ, ജെറുസലേമിൻ്റെ ദിവസം ഓർക്കണമേ. നാശോന്മുഖയായ ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ഇങ്ങോട്ട് ചെയ്ത പ്രതികാരം കൊണ്ട് തന്നെ നിന്നോട് പകരം ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടികൂടി ശിലയിൽ അടിക്കുന്നവൻ ഭാഗ്യവാൻ.